Now we can discuss another very important concept, as you know, excess capacity under monopolistic competition. Very important area. The first point here is that excess capacity is associated with monopolistic competition. If you face a 2-mark question, your first point is like that. Excess capacity is related to monopolistic competition. Okay. Then another point is that, this concept is clearly explained by American economist E.H. Chamberlain. Okay. Chamberlaiനും അതേപോലെ ജോൺ റോബിൻസനുമാണ് നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ. ഓക്കെ, ചാമ്പർലിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകമാണെന്ത്, തിയറി ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ആ പുസ്തകത്തിൽ മനോഹരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ത്, എക്സസ് കപ്പാസിറ്റി. ഈ ടേം കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മീനിങ് ആണെന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. എക്സസ് കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോൾ it is actually related to the misallocation of resources that happened under monopolistic competition. Okay, ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ഐഡിയൽ കപ്പാസിറ്റി എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ത്, എക്സസ് കപ്പാസിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ക്രിറ്റിസിസംസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. റൈറ്റ്. നൗ വാട്ട് യു മീൻ ബൈ എക്സസ് കപ്പാസിറ്റി? വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ഔട്ട്പുട്ട്. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് പോയിന്റ്. It is the difference. Or how can you measure excess capacity? You can measure the excess capacity by considering the difference between ideal output and the actual output. Okay, please understand two things. Then here you can see excess capacity is equal to ideal output minus actual output. In a simple way we can just state like that. Now we can just elaborate it. Ideal output എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. Right. So we can simply say excess capacity. Here we can simply say excess capacity is the difference between ideal output corresponding to the minimum cost level on the LAC. What is LAC? Long run average cost curve. And the output actually attained in long run equilibrium under monopolistic competition. Okay, ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും. വളരെ സിമ്പിളാണ്. നമുക്കൊരു സിമ്പിൾ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. 5 മാർക്ക് എസ്സേലൊക്കെ വന്നാലൊക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഹിയർ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മിനിമം കോസ്റ്റ് ലെവൽ ഓൺ ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അത് നമുക്കറിയാം. നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ലോങ് റൺ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോങ് റൺ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് ഓൺലി വൺ ചാൻസ് ഫോർ എ ഫേം ദാറ്റ് ടു ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. You know the reason of easy entry and exit, all the things we have discussed. Okay, I don't want to explain more. Similarly, the long run equilibrium of monopolistic competition resembles or reflect or manifest the equilibrium of perfect competition. Okay, perfect competition long run il endane abnormal profit illa loss illa endu maathre ullu നോർമൽ പ്രോഫിറ്റ്. അതേ സിറ്റുവേഷൻ ആണ് ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. എന്താണ്, ലോങ് റണ്ണിൽ എന്തേ ഉള്ളൂ, നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. ആ കർവ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, എസ്പെഷ്യലി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ലോങ് റൺ. സോ എക്സസ് കപ്പാസിറ്റി ഈസ് റിലേറ്റഡ് ടു ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. Okay, that is my point. And now we needed to discuss, what is actually ideal output and so on. How can we explain with the help of diagram and so on. See, ideal output, or sometimes we can say, I would like to add the term like, socially desirable output. Okay, socially desirable level of output. Level of output. Then similarly, we can say optimum output. Optimum output, or you can also say potential output. Okay, ideal output, സമൂഹത്തിന് അഭിലഷണീയമായ
എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഏറ്റവും മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് ലെവൽ കാണിക്കുന്നതാണെന്ത് ഐഡിയൽ ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ഗുഡ്, ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് എന്താണ് ഐഡിയൽ ഔട്ട്പുട്ട്. പക്ഷേ എക്സസ് കപ്പാസിറ്റി എന്ന് ഇവിടെ പറയുന്നത് ഈ ഐഡിയൽ ഔട്ട്പുട്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലോങ് റണ്ണിൽ ലഭിക്കുന്നില്ല. ഈവൻ ദോ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലോങ് റണ്ണിൽ ഫേം എന്താണ് നോർമൽ പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നുവെങ്കിൽ പോലും അവർക്ക് എന്ത് കിട്ടുന്നില്ല, ഐഡിയൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല കമ്പയർഡ് ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓർ പ്യുവർ കോമ്പറ്റീഷൻ. പ്യുവർ കോമ്പറ്റീഷനിൽ എന്താണ് ഐഡിയൽ ഔട്ട്പുട്ട് ലഭ്യമാകുന്നുണ്ട്, പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്നില്ല. ആ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് എക്സസ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഐഡിയൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ ഐഡിയൽ ഔട്ട്പുട്ട് നിങ്ങൾ മറ്റൊരു ടേം എന്താ പറയുക, ദാറ്റ് ഈസ് ഒപ്റ്റിമം ഔട്ട്പുട്ട് ഓർ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് ഓർ സോഷ്യലി ഡിസൈറബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥമായിട്ട് ആ ഫേം അല്ലെങ്കിൽ ആ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ലോങ് റണ്ണിൽ ആക്ച്വൽ യഥാർത്ഥമായി ലഭിച്ചത്. ഓക്കെ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. സപ്പോസ് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിന്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലും കപ്പാസിറ്റിയും വെച്ചിട്ട് എക്സാമിന് 90 മാർക്ക് ലഭിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, എത്ര മാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്? 90. കാരണം എന്താ, അത്രക്കുള്ള കഴിവും പൊട്ടൻഷ്യലും ഐഡിയൽ കാപ്പബിലിറ്റി ഉള്ള മനുഷ്യനാണ്. പക്ഷേ എക്സാം കഴിഞ്ഞ് ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ തന്നെ ആക്ച്വൽ മാർക്ക് എത്ര ഉള്ളത്? 60 ആണ്. ഓക്കെ, യഥാർത്ഥത്തിൽ കിട്ടിയ മാർക്ക് എത്രയാണ്? 60 ആണ്. അവിടെ എക്സസ് കപ്പാസിറ്റി അതിൻ്റെ ഐഡിയലും ഒപ്റ്റിമം ലെവലും പൊട്ടൻഷ്യലൊക്കെ നോക്കുമ്പോൾ എത്ര മാർക്ക് കിട്ടായിരുന്നു? 90. അപ്പോൾ 90 ഐഡിയൽ മാർക്ക്, പക്ഷേ ലഭിച്ചത് എത്രയേ ഉള്ളൂ? 60 മാർക്കാണ്. അപ്പോൾ 90 മൈനസ് 60 ഈക്വൽ ടു 30 എന്ന് പറയുന്നത് എന്താണ്? അവിടെ എക്സസ് കപ്പാസിറ്റിയാണ് സ്റ്റുഡൻറ്റിന്. പക്ഷെ അത് നെഗറ്റീവ് പോയിന്റ് ആണ് അവിടെ കാണിക്കുന്നത്. എന്താണ്, ഇത്ര കപ്പാസിറ്റി ഉണ്ടായിട്ടും അതെന്താണ് മിസ് അലോക്കേഷനോ വേറെ ഇഷ്യൂസ് കൊണ്ടോ ആക്ച്വൽ മാർക്ക് കുറവാണ്. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. സോ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ എ സിമ്പിൾ ഫിഗർ ഇൻ വിച്ച് വി ക്യാൻ റെപ്രസെന്റ് എക്സസ് കപ്പാസിറ്റി. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ലോങ് റൺ ഇക്വിലിബ്രിയം ആ കർവ് ആണ് നമ്മുടെ പ്രീവിയസ് വീഡിയോൻ്റെ അതേ കർവാണ് ഞാൻ വരക്കാൻ പോകുന്നത്. ആ കർവിലൂടെ നമുക്ക് എന്താണ് എക്സസ് കപ്പാസിറ്റി നമുക്ക് വരച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കർവിൻ്റെ കൂടെ തന്നെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ലോങ് റൺ കണ്ടീഷനും നിങ്ങൾക്ക് എടുക്കാം. അവിടെ നോർമൽ പ്രോഫിറ്റ് ആണ്, അവിടുത്തെ ഐഡിയൽ ഔട്ട്പുട്ട് എങ്ങനെ കാണുന്നു, അവിടുത്തെ പ്രൈസ് ലെവൽ എന്താണ്, ദെൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യാനും നമുക്ക് കഴിയും. Now we can draw the figure. Please listen very carefully. Simple figure ആണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. We know horizontal axis, that is we can take output. Okay. Now vertical axis, that is OY, we can take price, revenue and cost. Okay, നമുക്ക് അറിയുന്ന അതേ മാറ്റർ ആണ്. Now we can draw first average revenue curve. Please listen. It is more flat. This is average revenue. Okay. Now we can draw the marginal revenue curve. It is less than average revenue curve, marginal revenue. ഇത് നമുക്ക് 0 നെഗറ്റീവ് ഒക്കെ ആക്കാം കേട്ടോ, അങ്ങോട്ട് താഴോട്ട് വരച്ചാലും കുഴപ്പമില്ല. Now we can draw the long run average cost curve. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. കാരണം എന്താണ്, ലോങ് റൺ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. നോർമൽ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? സി, ലോങ് റൺ average cost is exactly equal to average revenue. This is the condition. Okay, MC is equal to MR ആ കണ്ടീഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അതിന്റെ പുറമെ നോർമൽ പ്രോഫിറ്റിൽ എന്തായിരിക്കും? ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഈസ് ടാൻജന്റ് ടു ദി ആവറേജ് റവന്യൂ കർവ്. നമുക്ക് ആ പോയിന്റ് അറിയാം. സോ ദിസ് ഈസ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. പ്ലീസ് ലിസൺ. ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? എവിടെ ടാൻജന്റ് ചെയ്യുന്നു? നമ്മുടെ ആവറേജ് റവന്യൂ കർവിൻ്റെ അവിടെ ടാൻജന്റ് ചെയ്തു. ദെൻ യു ഷേപ്ഡ് ആണ്, നമുക്കറിയാം. ദിസ് ഈസ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് പിന്നെ അവിടെ മനസ്സിലാക്കേണ്ട സാധനം എന്താണ്? അവിടുത്തെ മിനിമം പോയിന്റ് വരുന്നത് ഇവിടെയാണ്. സി, ദിസ് ഈസ് ദ മിനിമം പോയിന്റ്. ഓക്കെ,
ദെൻ അതിൻ്റെ മിനിമം പോയിന്റിലൂടെ ആയിരിക്കണം എന്ത് നമ്മുടെ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മുടെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സി ദിസ് ഈസ് ദി ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ഓക്കെ, യു ഷേപ്പ് തന്നെയാണ്. ദിസ് ഈസ് ദി ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മെഷർ ചെയ്യാനുള്ളത് നേരിട്ട് ശ്രദ്ധിക്കട്ടെ. ദിസ് ഈസ് ദി 1 പോയിന്റ്. ഓക്കെ, നൗ യു നോ ഇവിടെ എന്താണ് നമ്മുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂ കർവിൻ്റെ അവിടെ ടാൻജന്റ് ആയിട്ടുള്ള പോയിന്റ്, അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ദിസ് ഈസ് ദി ടാൻജന്റ്. ഓക്കെ, നൗ വി ക്യാൻ ജസ്റ്റ് കണക്ട് ഇറ്റ് ദെൻ ടു ഫൈൻഡ് ഔട്ട് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് ഇത് വരുന്നത്. സി here I would like to mark E1 where MC is equal to MR. നമുക്കറിയാം MC is equal to MR ആണ്. Then output axisലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? This is the equilibrium level of output. I will just mark Q1. Okay. Then long run average കോസ്റ്റിന്റെ കർവിന്റെ അവിടെ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് കിട്ടും. ഓക്കെ, ഞാൻ അതെന്താണ് വെർട്ടിക്കൽ ആക്സിസിലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ ആവറേജ് റവന്യൂ കർവിന്റെ അവിടെ കണക്ട് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? പ്രൈസ് ഓർ സി കോസ്റ്റ്. ഓക്കെ, ഈ പോയിന്റിന് ഞാൻ എന്ത് മാർക്ക് ചെയ്യുന്നു? എ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈസിയാണ്. നമ്മൾ എന്താണ് പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സംഭവമുള്ളൂ. കാരണം എന്താണ് MC is equal to MR, ലോങ് റൺ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആകുന്ന പോയിന്റ് E1. അതാണ് എന്ത് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് എന്താണ് Q1 എന്നുള്ള ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടി. ദിസ് ഈസ് ദ ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ദെൻ P എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് പ്രൈസ് ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഔട്ട്പുട്ട് അല്ല. ഇവിടെ എന്താണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള ഫേമിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പൊസിഷൻ. ഓക്കെ, അവിടെയാണ് എന്ത് MC is equal to MR. ഇത് ലോങ് റൺ ആയതുകൊണ്ട് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് is equal to MR. പിന്നെന്താണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് is equal to ആവറേജ് റവന്യൂ. ഓക്കെ, ഈ മാറ്റർ നമുക്കറിയാം. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ ഔട്ട്പുട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഐഡിയൽ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ദി minimum cost level on the long run average cost curve. This is very very important. എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഇത് കറക്റ്റ് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ്. ഓക്കെ, ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. കാരണം എന്താണ്? ഇവിടെയാണ് എന്ത് നൽകുന്നത്? ആ മാർക്കറ്റിൽ മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് നൽകുന്ന ഏരിയയാണ്. കാരണം എന്താ? ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റ് ആണ്. ഓക്കെ, ആ മിനിമം പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അടിയിലേക്ക് അതിനെ ഡോട്ട് ഇട്ടാണ് ഞാൻ കാണിക്കണം കേട്ടോ. എന്താണ് കാണിക്കുന്നത്? ഐഡിയൽ ഔട്ട്പുട്ട് കാണിക്കുകയാണ്. ഓക്കെ, ഐഡിയൽ ഔട്ട്പുട്ട്. ആ ഐഡിയൽ ഔട്ട്പുട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു? Q എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റ്, ആ മിനിമം പോയിന്റിലൂടെയാണ് ആര് പാസ് ചെയ്യുന്നത്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ആ പോയിന്റ് ഞാൻ എന്ത് കൊടുക്കുന്നു? E എന്നുള്ള പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. E. ഓക്കെ, സി ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമത്തിന്റെ അവിടേക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ ജസ്റ്റ് അതിന്റെ പ്രൈസും കൂടി അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റും കൂടി നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, ഞാൻ ആ പോയിന്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ലിസൺ. ഓക്കെ, ആവറേജ് റവന്യൂവിന്റെ കട്ട് ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ എന്താണ്? നമുക്കിവിടെ പ്രൈസ് കിട്ടുന്നു. ആ പ്രൈസിന് ഞാൻ എന്ത് കൊടുക്കുന്നു? P1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക. ഇവിടെ ഞാൻ എന്താണ് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ദിസ് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. അവിടെ എന്താണ് പ്രത്യേകത? പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ഓക്കെ, വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു ഡിമാൻഡ് കർവ്. ആ പോയിന്റ് നമുക്ക് അറിയാം. അപ്പോൾ എൻ്റെ അനാലിസിസ് ഇവിടെ ഉള്ളത് എന്താണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള ഔട്ട്പുട്ട് ലെവൽ, ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? Q1 ആണ്. ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? Q ആണ്. ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്?
ഇ എന്ന് പറയുന്ന ഈ പോയിന്റിൽ അത് ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമത്തിലാണ്. ബട്ട് എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ ഫാളിംഗ് പോർഷനിലാണ്, ഫാള് ചെയ്യുന്ന ഭാഗത്താണ്. ബട്ട് അത് എവിടെ അല്ല, മിനിമം അല്ല. മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് എന്താണ്? അതിങ്ങനെ ഇൻക്രീസ് ചെയ്താ പോകേണ്ടത്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ മിനിമം പോയിന്റ് ഓഫ് ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, കാരണം എന്താണ്? ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് വരുന്നത്. ഈ ലെഫ്റ്റിലോട്ട് വരുന്ന പോയിന്റ് ഒക്കെ കാണിക്കുന്നത് എന്താണ്? എക്സസ് കപ്പാസിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് എന്താ ചെയ്യുക? എക്സസ് കപ്പാസിറ്റി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. സി, ഏതാണ് എക്സസ് കപ്പാസിറ്റി വരുന്നത്? Q1ഉം Q. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? എക്സസ് കപ്പാസിറ്റി. ഞാൻ തന്നെ എക്സാമിന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, എക്സസ് കപ്പാസിറ്റി. ഓക്കെ, ഇതിനെ എക്സസ് കപ്പാസിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? Q ഈസ് ഗ്രേറ്റർ ദാൻ Q1. ഓക്കെ, അപ്പൊ നമ്മളെന്താണ് ഈ പോർഷൻ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, എ ടു ഇ എന്ന് പറയുന്ന പോർഷൻ എന്താണ്? എക്സസ് കപ്പാസിറ്റിയാണ്. ഓക്കെ, കാരണം ആ സൊസൈറ്റിക്ക് ഏറ്റവും ചീപ്പായിട്ട് മിനിമം ലെവലിൽ Q ലെവൽ വരെ ഉൽപ്പാദിപ്പിക്കാമായിരുന്നു. പക്ഷേ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എത്രയേ ഉള്ളൂ? Q1 ഉള്ളൂ. അതിന് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ 4 കാരണങ്ങൾ ഉണ്ട്, അതിന് വി വിൽ ഡിസ്കസ്. ഓക്കെ, ബട്ട് ഇതേ മാറ്റർ നിങ്ങൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്? അവിടുത്തെ ഡിമാൻഡ് കർവ് എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. അവിടുത്തെ ലോങ് റൺ ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത എന്താണ്? മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ് വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു പ്രൈസ് വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു ആവറേജ് റവന്യൂ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ആ ഒരു ഗ്രാഫും കൂടി ഞാൻ പെട്ടെന്ന് വരക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുക കേട്ടോ. സിമ്പിൾ ആണ്. ഓക്കെ, x axis, here we can take output. Okay, then y axis, you know, price, revenue and cost. നമുക്കറിയാം ആ പോയിന്റ് ഫുള്ള് നമുക്കറിയാം. സി, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഡിമാൻഡ് കർവ് എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ആ ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത ആവറേജ് റവന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ റവന്യൂ വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു പ്രൈസ് വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു ഡിമാൻഡ്. ഇങ്ങനെ ഒരു കണ്ടീഷനാണ്. കാരണം എന്താണ്? ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, ലാർജ് നമ്പർ ഓഫ് ഫേംസ് ആണ്, പ്രൈസ് ടേക്കർ ആണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, ദെൻ അവിടെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാണ് അവിടുത്തെ ലോങ് റൺ ഇക്വിലിബ്രിയം ആണ് വരക്കുന്നത് കേട്ടോ. സി, ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ദിസ് ഈസ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം പോയിന്റ് ഇവിടെയാണ്. ആ പോയിന്റിലൂടെയാണ് ആര് കട്ട് ചെയ്ത് പോവുക? ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ കാണുന്ന ഈ ഔട്ട്പുട്ടിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് ഐഡിയൽ ഔട്ട്പുട്ട്. ഈ Q ആണ് ഇത് കാണിക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് വരച്ചെന്നുള്ളൂ. ഇവിടെ തന്നെ നമ്മൾ എന്താണ് ഈ ഡോട്ട് ലൈൻ ഇട്ട് കാണിക്കുന്നത് എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അവസ്ഥയാണ്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് എന്താണ് കാണിക്കുന്നത്? നമുക്കറിയാം പ്രൈസ് അവിടെ കാണിക്കുന്നത് എന്താണ്? P1 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ്? സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമം ഔട്ട്പുട്ട്, പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കാരണം എന്താ? അവിടുത്തെ ഇക്വിലിബ്രിയം ഇ എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് എന്താ കാണുന്നത്? ദാറ്റ് ഈസ് MC is equal to MR. Okay, long run marginal cost is equal to MR, which is also equal to short run marginal cost, which is also equal to long run average cost, and also equal to short run average cost, which is also equal to price. Okay, ഇങ്ങനത്തെ ഒരു കണ്ടീഷന് എവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ്. അവിടെ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ആസ്പെക്റ്റിൽ അവിടെ കാണുന്നുണ്ട്. ബട്ട് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്? എക്സസ് കപ്പാസിറ്റി ആണ് കാണുന്നത്. കാരണം ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ ഫാളിംഗ് പോർഷനിലാണ്, നോട്ട് ഇൻ ദി മിനിമം പോയിന്റ് ഓഫ് ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ ലോവസ്റ്റ് ഓർ മിനിമം പോയിന്റ് ഓഫ് ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയാം. ദെൻ അതിൻ്റെ ശേഷം നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു അനലൈസ് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കുക. സി, മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇങ്ങനെ തന്നെ എക്സാമിന് കാണിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ലൈനിൽ നിങ്ങൾ എന്ത് കാണിക്കുക? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ
ലെവലിൽ നമുക്ക് കാണുന്നത് നിങ്ങൾക്ക് വരച്ച് കാണിക്കും. വാട്ട് അബൌട്ട് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്? ഓക്കെ, ഔട്ട്പുട്ട് ഞാൻ ക്യൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്? ക്യൂ ഈസ് ലെസ് ദാൻ ദ ഔട്ട്പുട്ട് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, കാരണം എന്താ? ഇവിടുത്തെ ഔട്ട്പുട്ട് എത്രയാണ്? ക്യൂ ആണ് ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ബട്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്? Q1 ആണ്. ഞാൻ അങ്ങനെ തന്നെ കാണിക്കാം. ദാറ്റ് ഈസ് Q1 ഈസ് ലെസ് ദാൻ ദ ഔട്ട്പുട്ട് ലെവൽ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒന്നാമത്തെ കേസ്. കാരണം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ലോങ് റൺ ഇക്വിലിബ്രിയയിൽ ഒരു കാര്യത്തിൽ സെയിം ആണ്. എന്താണ്? ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ലഭിക്കുന്നുള്ളൂ. കറക്റ്റാണ്. പക്ഷെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എന്താണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് സ്മോളർ ദാൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദെൻ വാട്ട് അബൌട്ട് ദ പ്രൈസ്? പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈസ് ലെവൽ ഇൻ ദി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രൈസ് എത്രയേ ഉള്ളൂ? P1 ആണ്. ബട്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ പ്രൈസ് എത്രയാണ്? P ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈസ് ലെവൽ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ഈ 2 പോയിന്റ് ഓർമ്മ വേണം. ഔട്ട്പുട്ട് എന്താണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കുറവാണ്, ഏതിനേക്കാളും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ബട്ട് പ്രൈസ് എന്താണ്? വിൽ ബി ഹയർ ഇൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ദാൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ആ 2 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. ദെൻ ദ ലാസ്റ്റ് ഏരിയ വി ക്യാൻ ജസ്റ്റ് ഡിസ്കസ് what are the major reasons or factors that resulted in the inevitable element of excess capacity in monopolistic competition? Okay, എന്താണ് എക്സസ് കപ്പാസിറ്റി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറിയത്? ഓക്കെ, അതിന് കാരണം പറയാം. ഒന്നെന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ് ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അഥവാ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നാണ് ആവറേജ് റവന്യൂ കർവ്. ആവറേജ് റവന്യൂ കർവ് നമ്മൾ എന്താണ് കാണുന്നത്? ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് എന്താണ്? ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ മിനിമം പോയിന്റിൽ ടച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വന്നപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എ അല്ലാതെ ഒരു പോയിന്റ് ഇങ്ങോട്ടൊക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മാർജിനൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ റവന്യൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനേക്കാൾ കൂടുതലാണ്. കാരണം എന്താ? ഫേമിന് നഷ്ടമായിരിക്കും. കാരണം നമ്മുടെ ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, ദെൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം സ്റ്റീപ്പറൊക്കെ ലിറ്റിൽ ബിറ്റ് സ്റ്റീപ്പർ ആകാനുള്ള കാരണം എന്താണ്? അതാണ് 4ാമത്തെ റീസൺ, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ദെൻ സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് too many small firms. That is another characteristics of monopolistic competition. Monopolistic competition എന്താണ്? ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ട്. ആ ഫേം എന്താണ്? സ്മോൾ ഫേംസ് ആണ്. അവർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്. അവരെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഒക്കെ എന്താണ്? ഫേമിന്റെ ഡിമാൻഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. ഓക്കെ, തേർഡ് പോയിന്റ് ദർ ഈസ് ദ ചാൻസ് ഓഫ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിന്റെ ഫുൾ കപ്പാസിറ്റി പൊട്ടൻഷ്യൽ എന്താണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫേംസ് ഉപയോഗിക്കുന്നതിൽ ഐഡിയൽ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവും. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്താണ്? പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണ്. ഓരോ ഫേമിനും അവരുടേതായിട്ടുള്ള ബ്രാൻഡും അതിൻ്റെ ക്വാളിറ്റി യുണീക്നെസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി കുറയും, അഥവാ ഡിമാൻഡ് കർവ് മോർ സ്റ്റീപ്പർ ആവും. സ്റ്റീപ്പർ ആകുന്നതിനനുസരിച്ച് എന്താണ്? എക്സസ് കപ്പാസിറ്റിയും കൂടും. ഓക്കെ, അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്ത്? എക്സസ് കപ്പാസിറ്റി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ശ്രദ്ധിക്കണം. എക്സസ് കപ്പാസിറ്റി ഈസ് റിലേറ്റഡ് ടു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, എസ്പെഷ്യലി ഇൻ ലോങ് റൺ ഇക്വിലിബ്രിയം. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്ത ആളാണ് E.H. ചെമ്പർലിൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം തിയറി ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, ഈ ഗ്രാഫ് വേണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. പക്ഷേ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ദെൻ ഔട്ട്പുട്ടും പ്രൈസും കറക്റ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എക്സസ് കപ്പാസിറ്റി ഇങ്ങനെ റീജിയൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റീസൺസും പഠിക്കുക. ഓക്കെ, ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് product differentiation and also selling cost and so on. Okay, have a nice day. Thank you.